ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കർക്കിടക മാസം 16-ാം തീയതി, അതായത് 2017 ഓഗസ്റ്റ് മാസം 1-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 15 നാഴിക വിശാഖവും ബാക്കി അനിഴവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശർമാജി നമുക്ക് ഗുരുസ്ഥാനീയനാണ്. നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്ന അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ശ്രീ ശർമാജി, ദുബായിൽ നിന്ന് ശ്യാം എഴുതുന്നു. 2013 ഇവിടെ നല്ലൊരു കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. പിന്നീട് പല കമ്പനികളിൽ മാറി മാറി ഇപ്പോൾ വീണ്ടും ജോലിയില്ലാത്ത അവസ്ഥ. പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ പിന്നീട് ഒരു അറിയിപ്പും ഇല്ല. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ. മാനസികമായും സാമ്പത്തികമായും തകർന്നു. എന്നാണ് ഇതിൽ നിന്ന് മോചനം? എന്നാണ് നല്ല ഒരു ജോലി ലഭ്യമാവുക? തലക്കുറി ചേർക്കുന്നു. ജാതക നിലയിൽ ശനി എന്ന ഗ്രഹം ദോഷസ്ഥാനങ്ങളിൽ നിൽക്കുകയും അത്തരം രാശിക്കാർക്ക് ഏഴരശനി പിടിപെടുന്ന ഒരു കാലവും വന്നാൽ അവർക്ക് ആ ഏഴരശനിയിൽ പറഞ്ഞിരിക്കുന്നതായ ദോഷഫലങ്ങളിൽ ഒരു 99% ഫലിക്കും. മകരം, കുംഭം, തുലാം എന്നീ രാശികളിൽ ശനി നിൽക്കുന്ന ജാതകസ്ഥർക്കും വിശിഷ്യ ശശമഹായോഗം എന്ന യോഗം ഉള്ളവർക്കും ഈ ഏഴരശനി, ജന്മശനി, കണ്ടകശനി, ശനി ദശാകാലം ഇങ്ങനെയുള്ള ദോഷങ്ങൾ 15% കൂടുതൽ ബാധിക്കുന്നതല്ല. കാരണം ശനി എന്ന് പറയുന്ന ദേവൻ അല്ലെങ്കിൽ ശനിഗ്രഹം അവർക്ക് മുജ്ജന്മപരമായിട്ട് തന്നെ പലവിധ ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. മുജ്ജന്മപരമായി ദോഷങ്ങൾ ചെയ്യാനും തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദോഷസ്ഥാനത്ത് നിൽക്കുന്നത്. ദോഷസ്ഥാനത്ത് നിൽക്കുന്നതാണ് ശ്യാമിൻ്റെ ജാതകം ശനി ഗ്രഹം. അതിൻ്റെ കൂടെ ഏഴരശനിയും കൂടി വന്നു. അപ്പം 5.5 വർഷമായിട്ട് ശ്യാമിന് ഏഴരശനി തുടങ്ങി ഏഴരശനി അവസാനിക്കുന്ന ആ 7.5 വർഷം, പ്രത്യേകിച്ച് തുലാൻ രാശി, തുലാൻ രാശിക്കാർക്ക് കന്നി രാശിയിലും തുലാൻ രാശിയിലും വൃശ്ചികൻ രാശിയിലുമായി ശനി നിൽക്കുന്ന കാലഘട്ടങ്ങളാണ്. ഇനി 2016 ഒക്ടോബർ മാസം വരെ, ഒക്ടോബർ 26-ാം തീയതിയാണ് വൃശ്ചികം എന്ന രാശിയിൽ നിന്ന് ശനി ഇനി സ്ഥിരമായിട്ട് ധനു രാശിയിലേക്ക് മാറുന്നത്. അത് 2.5 വർഷമാണ്. അതുകൂടെ പൂർത്തീകരിക്കുമ്പോൾ ഏഴരശനിക്കാലം ശ്യാമിന് തീർന്നു. അതായത് 2017 ഒക്ടോബർ 26-ന് തുലാൻ രാശിക്കാർക്ക് ശനിയുടെ ദോഷങ്ങൾ തീർന്നു. ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 4 മാസം 26 ദിവസം. ഏഴര ശനി തുടങ്ങി അവസാനിക്കുന്ന 7.5 വർഷം ഏതെങ്കിലും തരത്തിൽ താമസിക്കുന്ന ഭവനം, ഭരിക്കുന്ന ജോലി എന്നിവ വെക്കറ്റ് ചെയ്യും. ഇതെല്ലാം ഈ ഏഴര ശനിയിൽ ആണ്. ശനി ദോഷസ്ഥാനത്തേക്ക് നിൽക്കുന്നവർക്കുമാണ് ഇത് സംഭവിക്കുന്നത്. അവർക്ക് ഭൗതിക സ്വത്തുക്കൾ മരപ്പിക്കും. വരും നല്ല കാലം ഉദിപ്പതും, നല്ല കാലം തുടങ്ങാൻ പോകുന്നു. ഉദ്യോഗ സംബന്ധമായിട്ട് പുതിയ ഉദ്യോഗം ലഭ്യമാകും. പുതിയ വരുമാന മാർഗം ഉടലെടുക്കും. കഴിഞ്ഞ 7 വർഷം ആയിട്ടുണ്ടായിരുന്ന തൊഴിൽ മാന്ദ്യത മാറും. പിണങ്ങി നിന്നവർ എല്ലാം പതുക്കെ പതുക്കെ അനുകൂലിക്കും. പുതിയ രക്ഷാകവാടം, രക്ഷാമാർഗം ഉണ്ടാവും. മോഹങ്ങൾ പൂവണിയും. ശനിപ്രീതി വരുത്തിക്കൊള്ളുക. നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം. 18 ദിവസം ഒരു ശനിയാഴ്ച തുടങ്ങി ശനി പ്രീതികരങ്ങളായ സ്വസ്തിക പത്മമോ ശനീശ്വര പത്മമോ ഇട്ട് ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം ശനിപത്മത്തിൽ അർപ്പിച്ച് 100 രൂപ വീതം ശനീശ്വര സ്തോത്രങ്ങൾ ചൊല്ലി 18 ദിവസം കൊണ്ട് അത് പൂജ അവസാനിപ്പിക്കുകയും ശനിയാഴ്ച ദിവസങ്ങൾ ഒരിക്കലെടുക്കുകയും ശനി ശാസ്ത്ര മൂർത്തികളെ ആരാധിക്കുകയും ഇന്ദ്രനീല രത്നധാരണം എന്നിവയെല്ലാം ഈ ഏഴരശനിയുടെ അവസാന കാലഘട്ടങ്ങളിൽ ചെയ്താൽ ഈ കാലഘട്ടങ്ങളിലുണ്ടായ വൻതോതിലുള്ള നഷ്ടങ്ങൾ, ജോലി മാറ്റങ്ങൾ, അതുപോലെ നമ്മളെ തരം താഴ്ത്തുകയോ അപമാനിക്കുകയോ പുച്ഛിക്കുകയോ കുറ്റകൃത്യങ്ങളിൽ പെടുത്തുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ദുഷ്ടതകളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും എല്ലാം ശാശ്വതമായ മോചനവും
അവയ്ക്ക് 10 ഇരട്ടി നന്മകൾ വരുവാനുള്ള സാധ്യതകളുമെല്ലാം ഈ ദോഷങ്ങൾ മാറുന്ന ആ പീരീഡുകളിൽ ചെയ്താൽ നന്നായിരിക്കും. കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ശനിയാഴ്ച ദിവസം അന്നദാനം മുതലായതുമൊക്കെ ചെയ്യാം. ഇങ്ങനെ ദോഷങ്ങൾ മാറിയാൽ അടുത്ത 7.5 വർഷത്തേക്കിന് ആയുരാരോഗ്യ വിത്തം ഐശ്വര്യമേകുമെന്നല്ലോ ചൊല്ലി നന്ദീമുനി. ദീർഘായുസ്, ആരോഗ്യം, സൗന്ദര്യം, ധനം, വസ്ത്രം, പാർപ്പിടം, ഉദ്യോഗം, അതുപോലെ അഭിവൃദ്ധി, ഐശ്വര്യം, മേൽഗതി, ഉന്നമനം, ഉയർച്ച, വളർച്ച എന്നിവ കണിശമായിട്ടും ഉണ്ടാകുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്ന പരിഹാരങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഉറപ്പിക്കുക.